തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിന് സമീപമുള്ള പ്രശസ്തമായ ക്ഷേത്രമാണ് ശ്രീ ഇടഞ്ഞിമൂല രക്തചാമുണ്ഡേശ്വരി ക്ഷേത്രം. സർവശക്തി സ്വരൂപിണിയും ഐശ്വര്യദായികയും പൂർണ്ണമായും രൗദ്രഭാവത്തിൽ ഷഡാധാര പ്രതിഷ്ഠയിൽ കുടികൊള്ളുന്നതുമായ ദേവീ സങ്കല്പമുള്ള ക്ഷേത്രം കേരളത്തിൽ അപൂർവമായിട്ട് മാത്രം കാണാനാകുന്നതാണ്. ദേവി സ്വയംഭൂവായി ബാലികാരൂപത്തിൽ അരുൾ ദർശനം നൽകിയ ഈ സന്നിധിയിൽ സർവ്വദുരിത ദോഷങ്ങൾക്കും ഉടനടി പരിഹാരമുണ്ടാകുന്നു. ശത്രുപീഠ, പ്രാണഭയം, കടബാധ്യത എന്നീ പ്രശ്നങ്ങളിൽപ്പെട്ടുഴലുന്നവർക്ക് അഭയസങ്കേതം കൂടിയാണ് ഈ ക്ഷേത്രം. 25 വർഷം കൊണ്ട് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിദേശത്തെ ജോലി നിർത്തിയിട്ട് നാട്ടിൽ നിന്ന് പോകാമെന്നും പറഞ്ഞ് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി. ബിസിനസ് പാടെ നഷ്ടപ്പെട്ട് ലക്ഷങ്ങളുടെ നഷ്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ദിവ്യദർശനം ഉണ്ടായത്. ഒരു കൊച്ചുകുട്ടി വന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കാം മകനെ എന്ന് പറയുകയും പെട്ടെന്ന് അപ്രതീക്ഷിതവുമാവുകയും ചെയ്ത് അതിനുശേഷം ഒരു 5 ഇല സർപ്പം വന്ന് ആ പ്ലാവിൽ ചുറ്റി നിൽക്കുകയും പെട്ടെന്ന് അത് സ്വർണ്ണ രൂപമാവുകയും ചെയ്ത് ഇത് മറ്റാരടുത്തും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നുള്ള ഇത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു തെളിവ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിറ്റേന്ന് നോക്കുമ്പോഴത്തേക്കും ആ പ്ലാവിലൊരു കൊച്ചുകുട്ടി മുട്ടുകുത്തി കൈതൊഴുതിരിക്കുന്നതായിട്ട് കണ്ട് പെരുമ്പഴുതൂർ ഗോപാലൻ ജ്യോത്സ്യനാണ് വന്നിവിടെ ദേവപ്രശ്നം വെച്ചത്. ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് കുടുംബ പരദേവതയായ ചാമുണ്ഡി ദേവി ബാലികാരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്നും ദേവിക്ക് കാവലായിട്ട് മഹാദേവനും കിരാതഭാവത്തിലും വിഷ്ണു നരസിംഹത്തിലും രൂപത്തിലും പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് അവരെ സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നാട്ടിനും നാട്ടുകാർക്കും എവിടെ നിന്ന് അഭയം തേടി വന്നാലും അവർക്ക് അഭയം അമ്മ കൊടുത്തിരിക്കുമെന്നും പറഞ്ഞ് അതനുസരിച്ച് ചെറിയ രീതിയിൽ ഇവരെ 16 വർഷം ആരാധിച്ച് വസ്ത്രവ്യാപാരം നടത്തിവന്ന രാജാമണി എന്ന ഭക്തന് അപ്രതീക്ഷിതമായി വ്യാപാരത്തിൽ കടുത്ത നഷ്ടം സംഭവിക്കുന്നു. വ്യാപാരം പൊളിഞ്ഞതോടെ ആത്മഹത്യയല്ലാതെ മറ്റു വഴിയില്ലാത്ത അവസ്ഥ. എന്തു ചെയ്യണമെന്നറിയാതെ കുടുംബ പരദേവതയോട് പ്രാർത്ഥിച്ചു. ഉറക്കത്തിൽ ദർശനം കാട്ടിത്തന്ന ദേവി മെല്ലെ മെല്ലെ കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അയവു വരുത്തി. ദേവീ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിൽ ക്ഷേത്രം പണിയണമെന്ന് നിശ്ചയിച്ചു. നിരവധി ദൈവജ്ഞന്മാരുടെ പ്രശ്നവിധിയിലൂടെ ദേവീ സാന്നിധ്യം അറിയുകയും ക്ഷേത്രം പണിയുകയും ചെയ്തു. രാജാമണി എന്ന ദേവീഭക്തൻ രാജാമണി സ്വാമികളായി അറിയപ്പെട്ടു. യാതൊരു പ്രശ്നവും സത്യസന്ധമായി ആചാര്യനായ രാജാമണി സ്വാമികളെ അറിയിച്ചാൽ ദേവീ സമക്ഷത്തിൽ ഉണർത്തിച്ച് ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കുന്നു. സ്വാമി രാജാമണി ദേവീ സേവയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച് നിസ്വാർത്ഥ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. സ്വാമിയുടെ ഇടപെടൽ മൂലം ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങളുമായി ഉഴലുന്ന നിരവധി പേർക്ക് ദേവീ സഹായത്തിലൂടെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാഴ്ച നഷ്ടപ്പെട്ടു വരുന്നവർക്ക് കാഴ്ച, സംസാരശേഷി നഷ്ടപ്പെട്ടു വരുന്നവർക്ക് ഇവിടുത്തെ ദിവ്യതീർത്ഥം കൊണ്ട് സംസാരം കിട്ടും. രോഗങ്ങൾക്കെല്ലാം ഇവിടുത്തെ ദിവ്യതീർത്ഥത്തിന് പ്രത്യേക ശക്തിയുണ്ട്. രോഗവും ശമനമാക്കി കൊടുക്കും ദേവി. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവരികയും സംസാരിക്കുന്നില്ല, 3-4 മാസമായി സംസാരശേഷി നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. ഇവിടെ ദേവിയുടെ അരുളപ്പാട് വന്ന് ഇവിടുത്തെ ദിവ്യതീർത്ഥത്തിൽ 7ാമത്തെ ജലത്തിൽ സംസാരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൃത്യമായി ഇവിടുത്തെ 7ാമത്തെ ജലത്തിൽ ഈ കുട്ടി സംസാരിച്ച് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് വളരെ തുച്ഛമായ നാളെയായിട്ടുള്ള നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ദേവിയുടെ അരുളപ്പാടുണ്ടായി. ഇവിടുത്തെ ദിവ്യതീർത്ഥം മുഖത്ത് നല്ല രീതിയിൽ തടവുകയും ദിവസവും കുടിക്കാനും കൊടുത്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് കാഴ്ച കിട്ടുമെന്ന് പറഞ്ഞു. അതും ഇതുപോലെ തന്നെ 7ാമത്തെ ജലത്തിൽ തന്നെ കുട്ടിക്ക് കാഴ്ചയും കിട്ടി. പിന്നെ ശരീരമാസകലം അഴുകി വന്നാൽ പോലും ദേവിയുടെ നടയിലെ ഈ ദിവ്യതീർത്ഥം ദേവിയെ അഭിഷേകം ചെയ്യുന്ന ജലത്തിൽ മന്ത്രങ്ങൾ ഉരുവിട്ട് ശക്തിപ്പെടുത്തി ആ ജലം തടവി കൊടുത്താൽ ആ രോഗം എല്ലാം മാറ്റുന്നുണ്ട് ഇവിടെ. മഹാദേവൻ ഗുരുവായി മാറിയ ഈ സന്നിധിയിൽ ഒന്നിലധികം ഉപാസനകൾ അനുഷ്ഠിച്ച്
ഇഷ്ടദേവതമാരുടെ അനുഗ്രഹം സ്വാമികൾ കൈവരിച്ചിരിക്കുന്നു. ലക്ഷണശാസ്ത്രപ്രകാരവും ഭൂതശാസ്ത്രപ്രകാരവുമുള്ള ജ്ഞാനവും അദ്ദേഹത്തിന്റെ പ്രശ്നപരിഹാര മികവിന് കരുത്തേകുന്നു. ആ തൃക്കൈ കൊണ്ട് ഭക്തർക്ക് സമ്മാനിക്കുന്ന വസ്തുക്കൾ ഗൃഹത്തിലോ വാഹനത്തിലോ സൂക്ഷിച്ചാൽ അത് ഐശ്വര്യദായകമാകുന്നുവെന്നാണ് ഫലം. ഒരു കർമ്മത്തിനും പ്രതിഫലം ഇച്ഛിക്കാതെ ഭക്തന്റെ ആഗ്രഹ സാഫല്യം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനാൽ യോഗാചാര്യന്റെ യശസ്സും വർദ്ധിക്കുകയാണ്. ഈ ക്ഷേത്ര ദർശനത്തിനു ശേഷം സ്വപ്നത്തിൽ ദേവിയെത്തി ഇഷ്ടഭക്തർക്ക് അരുൾപ്പാടുകൾ നൽകുന്ന അപൂർവതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ദേവന്മാർ മഹാഗണപതി, അയ്യപ്പൻ, ശ്രീമുരുകൻ, നരസിംഹം, മഹാദേവൻ, അവര മന്ത്രമൂർത്തി, യോഗീശ്വരമൂർത്തി, ബ്രഹ്മരക്ഷസ്, നാഗങ്ങൾ. മഹാദേവന് ദേവിക്ക് കൊടുക്കുന്ന കടുംപായസമാണ് മഹാദേവൻ്റെ പ്രത്യേകത. കിരാതഭാവത്തിലാണ് മഹാദേവൻ. അവിടെ മഹാദേവൻ്റെ ഇടയിൽ മൃത്യുഞ്ജയം ചെയ്യാം. കിരാതഭാവത്തിലുള്ള മഹാദേവന് ഈ കടുംപായസം കൊടുക്കുമ്പോഴത്തേക്ക് അവിടെയും നിങ്ങൾ പറയുന്ന ദുഃഖത്തിന് പരിഹാരം ഭഗവാൻ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, അത് ആചാര്യനോട് പറഞ്ഞാൽ ആചാര്യൻ ദേവിയോട് അനുവാദം ചോദിക്കും. അനുവാദം ലഭിച്ചാൽ ശാശ്വതമായ പ്രശ്നപരിഹാരം നിർദ്ദേശിക്കും. ഒപ്പം മനസ്സും ശരീരവും തിളക്കമുള്ളതാക്കി മാറ്റാൻ ദിവ്യ ഔഷധവും ഒരു ദേവീ മന്ത്രവും ഉപദേശിക്കുന്നു. ആചാര്യൻ പറയുന്ന ദിവസം നമ്മുടെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. 2023 ഫെബ്രുവരി 22 തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ തമ്പുരാട്ടിയാണ് നവീകരിച്ച ക്ഷേത്രം നാടിന് സമർപ്പിച്ചത്. ഭക്തരിൽ നിന്ന് 1 രൂപ പോലും വാങ്ങാതെ ആചാര്യൻ തന്നെയാണ് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ചെലവ് വഹിച്ചത്. 1.5 കിലോ കറുത്ത ശർക്കര, 1/2 കിലോ നെയ്യ്, 1/2 കിലോ പച്ചരി, 1 കവറ് കറുത്ത മുന്തിരി, ഇതാണ് ഇതിൻ്റെ കൂട്ട്. ഇത്രയും സാധനങ്ങളും വേവിക്കാനുള്ള പാത്രവും തീയരിക്കാനുള്ളതും എല്ലാം നിങ്ങൾ കൊണ്ടുവന്ന് ദേവിയുടെ നടയിൽ ഇട്ട് കഴിഞ്ഞാൽ 21 ദിവസം കൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം വരും. പക്ഷേ ആചാര്യൻ ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പം വന്ന് ഗരുഡദേവനെ വിളിക്കും. ഗരുഡദേവൻ വന്ന് ഇവിടെ വട്ടം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ദുഃഖത്തിന് പരിഹാരം 7, 9, 21 ദിവസത്തിനുള്ളിൽ നടക്കുമെന്നുള്ളതാണ്. ഇന്ന് വരെയും അത് കൃത്യമായിട്ട് നടന്നു പോകുന്നു. ഇവിടുത്തെ ദിവ്യതീർത്ഥം അതീവ ശക്തിയുള്ളതാണ്. മാറാവ്യാധികൾ ഒഴിയാൻ തീർത്ഥജലം ഉപയോഗിക്കുന്നുണ്ട്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടാറുണ്ട്. കടും പായസമാണ് ദേവിക്ക് പ്രധാന വഴിപാട്. പച്ചരി, കറുത്ത ശർക്കര, നെയ്യ്, കറുത്ത മുന്തിരി ഇവ ചേർത്ത് ഭക്തർ തന്നെ ദേവിയെ പ്രാർത്ഥിച്ച് കടും പായസം ഉണ്ടാക്കണം. ആചാര്യൻ വന്ന് ഗരുഡനെ ക്ഷണിക്കുന്നു. ഗരുഡൻ കടും പായസത്തിനു മുകളിൽ വട്ടമിട്ട് പറന്നാൽ 21 ദിവസത്തിനകം വിചാരിച്ച കാര്യങ്ങൾ നടക്കും. പ്രകൃതിയുടെ പരിലാളനമേറ്റ പ്രദേശം പോലെ തന്നെ ഈ സന്നിധിയിലെത്തുന്ന ഭക്തരുടെ ചിത്തത്തിലും ദേവിയുടെ അദൃശ്യമായ തലോടൽ അനുഭവിക്കാൻ കഴിയുന്നു. കിഴക്ക് ദർശനമായി കുടികൊള്ളുന്ന ദേവീക്ഷേത്രത്തിന് മുന്നിൽ ഹരിതാഭയാർന്ന പ്രദേശമാണ്. കണ്ണുകൾക്ക് കുളിർമയും മനസ്സിന് സുഖവും ലഭിക്കുമെന്നത് ഈ പ്രദേശം സന്ദർശിച്ച ഓരോരുത്തർക്കും അനുഭവിച്ചറിയാവുന്നതാണ്. ഇവിടെ എത്തിച്ചേരുന്ന ഓരോ ഭക്തനും തനിക്കുണ്ടായ അനുഭവങ്ങൾ പലരോടും പങ്കുവയ്ക്കുകയും ഇതറിയുന്ന പലരും ഇവിടെ എത്തിച്ചേരുകയുമാണ് പതിവ്. ക്ഷേത്രത്തിന്റെ കീർത്തി നാൾക്കുനാൾ വികസിക്കുന്നതോടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഇവിടെ അഭയം തേടിയെത്തുന്നു.